ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിറമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, മറ്റൊരു വലിയ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമ്മൾക്ക് തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുക്കത്തിൻ്റെതായ നാളുകളായി ഇതിനെ വേർതിരിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ വൈദിക സംഘത്തെയും വാങ്ങിപ്പോയ വിശ്വാസികളെയും ഓർക്കുന്നതായ ആഴ്ചകളാണ്. എന്തിനാണ് ഇവരെ ഓർക്കുന്നത്? പഴയ നിയമത്തിൽ കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോകുമ്പോൾ മോശ 12 പേരെ തിരഞ്ഞെടുത്തയക്കുന്നുണ്ട്. അവര് ഹെബ്രോനിൽ ചെന്നതായൊരു വാക്യം കൊടുക്കുന്നുണ്ട്. ഹെബ്രോൻ പിതാക്കന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അടക്കം ചെയ്ത പുണ്യഭൂമിയിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷമായിരിക്കാം അവർ ദേശം ഒറ്റുനോക്കുവാൻ പോയത്. അതുപോലെ ഒരു 40 ദിവസത്തെ ദീർഘമുള്ളതായൊരു യാത്രയാണിത്. ഈ യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടി വാങ്ങിപ്പോയ വൈദിക സമൂഹത്തോടും വിശ്വാസ സമൂഹത്തോടും അപേക്ഷിക്കുകയാണ്. ഈ തീർത്ഥാടനം പരിശുദ്ധമായി തീരുവാൻ, ഉയർപ്പ് പെരുന്നാൾ വരെ ഇത് തുടരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളൊരപേക്ഷയാണ് അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആരൊക്കെ നോമ്പിലേക്ക് പ്രവേശിക്കുമെന്നോ, ആരൊക്കെ നോമ്പ് പൂർത്തീകരിക്കുമെന്നോ, ആരൊക്കെ ഉയർപ്പ് പെരുന്നാളിൽ സ്തോത്രം പാടുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമോ എന്ന് നിശ്ചയമില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പായി ഇതിനെ കാണണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നോമ്പ് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ്. നോമ്പിൽ നിന്നുയരുന്നതായ സൗരഭ്യവാസന സമൂഹത്തിന്, നാടിനെ അനുഗ്രഹമായിരിക്കണം. നോമ്പ് മനുഷ്യരെ മാലാഖമാരാക്കുന്നു. ഇപ്രകാരമുള്ള വലിയ അനുഗ്രഹങ്ങളുള്ളതായൊരു സമ്പത്തിനെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഈ നോമ്പിലൂടെ വിശുദ്ധിയെ പ്രാപിക്കുവാനും മാലാഖമാരെ പോലെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങളായതിനെ കാണണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ടെലിഫോൺ ഉപയോഗിക്കുന്നവരാണ്. ടെലിഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ളതായ സിം കാർഡ് ആവശ്യമാണ്. ഓരോ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ മാറിപ്പോകുമ്പോൾ അവിടെയുള്ളതായ സിം കാർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ വലിയ നോമ്പിൽ അല്ലെങ്കിൽ നോമ്പുകാലങ്ങൾ ഉപയോഗിക്കേണ്ടതായൊരു സിം കാർഡുണ്ട്. അത് ചാരിറ്റിയുടെ 3 വശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സിം കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പിരിച്വൽ, ഇമ്മറ്റീരിയൽ ആൻഡ് മെറ്റീരിയൽ. സ്പിരിച്വൽ ചാരിറ്റി, ഇമ്മറ്റീരിയൽ ചാരിറ്റി, മെറ്റീരിയൽ ചാരിറ്റി. ഈ 3ന്റെയും ആദ്യത്തെ അക്ഷരം ചേർത്താൽ ഒരു സിം കിട്ടും. നോമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായ സിം കാർഡ് ഇതാണ്. മെറ്റീരിയൽ ചാരിറ്റിയെക്കുറിച്ച് നമ്മൾക്കറിയാം. ദാനം ചെയ്യുന്നതിൽ നമ്മൾ താല്പര്യമുള്ളവരാണോ, അതിൽ ശ്രേഷ്ഠരാണോ? ഈ ദാനം നമ്മൾക്ക് ശ്രേഷ്ഠതയെ പ്രദാനം ചെയ്യുകയാണ്. അമേരിക്കയിൽ നടന്നതായൊരു സംഭവം, ഒരു യുവാവ് വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കേടായി. അത് ഇറങ്ങി നോക്കിയിട്ട്
എന്താണ് കുഴപ്പമെന്നൊന്നും കാണുന്നില്ല. അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു സ്ത്രീ കാർ ഓടിച്ചവിടെ കൊണ്ടു നിർത്തി. അവള് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ പേഴ്സിൽ വല്ലതുണ്ടോ എന്നറിയാനായിട്ട് നോക്കി. ഒരു ചെറിയ കോയിൻ താഴേക്ക് വീണു. വെളിതെടുക്കാനായിട്ട് കുഴിഞ്ഞപ്പോൾ മറിഞ്ഞു വീഴാൻ തുടങ്ങി. ഇത് കണ്ടുന്ന യുവാവ് അവളെ പിടിച്ച് താഴെ വീഴാതെ എഴുന്നേൽപ്പിച്ചു. ചോദിച്ചു എന്താണ്? അവൾ കരയുവാൻ തുടങ്ങി. ഭർത്താവ് ഉപേക്ഷിച്ച് 2 കുഞ്ഞുങ്ങളുമായി അമ്മയുടെ അടുക്കിലേക്കുള്ള യാത്രയാണ്, നീണ്ട യാത്രയാണ്. വിശന്ന കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. ഗ്യാസ് അടിക്കുവാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവൾക്ക് ആവശ്യമുള്ള വണ്ടി നിറച്ച് ഗ്യാസ് അടിച്ചു. കുഞ്ഞുങ്ങൾക്ക് ആഹാരമെല്ലാം കൊടുത്തു. പോകാൻ നേരത്ത് അവൾ പറഞ്ഞു, നിങ്ങളൊരു മാലാഖയെ പോലെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ മാലാഖയല്ല. മാലാഖമാർക്ക് ജോലി കൂടുതലായോണ്ട് ചിലപ്പോൾ അവർ സ്റ്റെപ്പിനിയായിട്ട് ഞങ്ങളെ പോലെയുള്ളവരെ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ആ മാലാഖ അവിടെ നിൽക്കുകയാണ്. അവൾ വണ്ടി ഓടിച്ചു പോവുകയും ചെയ്തു. വീണ്ടും ഈ മനുഷ്യൻ തൻ്റെ കാറിൻ്റെ അടുക്കലേക്ക് ചെന്നു. കാറിൻ്റെ അടുക്കെന്ന് നോക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുന്നത് മറ്റുള്ളവരെ മാലാഖമാരെ പോലെ അനുഗ്രഹിച്ചുകൊണ്ട്, മാലാഖയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധ നോമ്പിനെയും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത് മാലാഖമാരാകുവാനും നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം വീണ്ടെടുക്കുവാനും വേണ്ടിയാണ്. നോമ്പിലൂടെ മാലാഖമാരായി സൗന്ദര്യം വീണ്ടെടുക്കുക. Give your hand to some who are in need. ആവശ്യത്തിലിരിക്കുന്നവന് കരം നീട്ടിക്കൊടുക്കുന്നതാണ് നോമ്പെങ്കിൽ ഈ നോമ്പ് ദാനധർമ്മത്തിൻ്റെ നോമ്പായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇമ്മെറ്റീരിയൽ ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തെറ്റ് കാണാതിരിക്കുവാൻ മറ്റുള്ളവരുടെ തെറ്റിനെ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. കർത്താവ് തൻ്റെ പഠിപ്പീരിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണിൽ വലിയ കോലിരിക്കെ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ ഇല്ലാത്ത കരടിന് വേണ്ടിയുള്ള തീർത്ഥാടനമല്ലേ നീ നടത്തുന്നത്? അതെ, ഇമ്മെറ്റീരിയൽ ചാരിറ്റി സഹോദരൻ്റെ കണ്ണിലെ ചെറിയ കരടിനേക്കാളും നമ്മുടെ കണ്ണിലെ വലിയ കോലിനെ കണ്ടെത്തുവാനുള്ള പരിശ്രമമാണെങ്കിൽ നമുക്കാരെയും കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നമ്മുടെ സ്വന്തം കുറ്റങ്ങളെ ഓർത്ത് വിലപിക്കുവാനും നിലവിളിക്കുവാനും മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ നോമ്പ് കുറ്റപ്പെടുത്തുവാനുള്ള വേദിയാകാതെ സ്വയം കുറ്റം ഏറ്റെടുക്കുവാനുള്ള വേദിയായി തീരുമ്പോൾ നമ്മളെ മാലാഖമാർക്ക് അല്ല ദൈവത്തിന് തുല്യരാക്കി തീർക്കും. സ്പിരിച്വൽ ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക എന്നുള്ള ആപ്തവാക്യമാണ് പ്രധാനമായും കൊടുക്കുന്നത്. ആരാണ് നമ്മുടെ ശത്രു? ആരാണ് നമ്മുടെ മിത്രം? ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നതായ വലിയ ശുശ്രൂഷയാണ് നോമ്പിനുള്ളത്. ആദിമ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. ഒരു വ്യക്തി തൻ്റെ വസ്തു തൻ്റെ കൂട്ടുകാരന് വിറ്റു. കൂട്ടുകാരൻ പണമെല്ലാം വാങ്ങി വസ്തു കൈവശപ്പെടുത്തി. അവൻ കിളച്ചു ചെല്ലുമ്പോൾ ആ വസ്തുവിലൊരു നിധിയുണ്ടായിരുന്നു. അവൻ വസ്തു വിറ്റവൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞ്, നിൻ്റെ നിന്ന് വസ്തു മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഒരു നിധിയുണ്ട്, അത് നിൻ്റേതാണ്, നീ എടുത്തുകൊള്ളുക. അവൻ പറഞ്ഞു, ഞാൻ വിറ്റതിലുള്ള സകലവും നിൻ്റേതാണ്. ഒടുവിൽ കേസായി. കോടതിയിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ? പണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാരന് വിറ്റതിന് ഞാൻ അവകാശിയല്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ടോ എന്ന് ജഡ്ജി പോലും സംശയിക്കുന്നത്. നമ്മുടെ ആ പൈതൃകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിതശൈലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൊള്ളയെടുക്കുവാനല്ല, കൊടുക്കുവാനുള്ള അവസരമായി നമ്മുടെ നോമ്പുകളെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
ഒരാശ്രമത്തിലെ ഒരു കൊച്ചു സന്യാസി വലിയ സന്യാസിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എല്ലാവരും വഴക്കുണ്ടാക്കുന്നത് പോലെ എന്നെ വഴക്കുണ്ടാക്കാൻ പഠിപ്പിക്കാമോ? വലിയ സന്യാസി പറഞ്ഞു, വളരെ എളുപ്പമാണ്. നീ ആ കിച്ചണിൽ പോയി ഒരു ആപ്പിൾ എടുത്തു കൊണ്ടുവരിക. ആപ്പിൾ എടുത്തുകൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. വലിയ സന്യാസി പറഞ്ഞു, ഞാൻ പറയും ഇറ്റ് ഈസ് മൈൻ, ഇതെൻ്റേതാണ്. നീ പറയണം നോ നോ ഇറ്റ് ഈസ് മൈൻ, ഇതെൻ്റേതാണെന്ന് പറയണം. ആപ്പിൾ വെച്ചതിന് ശേഷം വലിയ സന്യാസി പറഞ്ഞു, ദിസ് ആപ്പിൾ ഈസ് മൈൻ, ഇതെൻ്റേതാണ്. കൊച്ചു സന്യാസി പറഞ്ഞു, നോ നോ ഇറ്റ് ഈസ് മൈൻ, ഇതെൻ്റേതാണ്. ഉടനെ വലിയ സന്യാസി പറയുകയാണ്, ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ടേക്ക് ഇറ്റ്, ഇത് നിന്റേതാണെങ്കിൽ എടുത്തുകൊള്ളുക. നമ്മുടേതല്ലാത്തതിനു വേണ്ടി പൊരുതി മത്സരിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന നമ്മൾ ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന അനുഭവമാണ് നോമ്പ് പ്രദാനം ചെയ്യുന്നത്. നോമ്പിലെ ദാനധർമ്മങ്ങൾ, ആ നോമ്പിൽ നിന്ന് വീശുന്ന സൗരഭ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ, മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കുന്നത് പോലെ മാലാഖിയായി നോമ്പിലൂടെ ദിവ്യമാകുവാനുള്ളതായ അവസരമാണ്. നോമ്പിൽ നാം സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ നാവ്. നാവ് കൊണ്ട് നോമ്പ് നോക്കണമെന്നാണ് പറയുന്നത്. ഫാസ്റ്റിംഗ് ത്രൂ ദ ടങ്. ഓരോ സന്യാസിയും തൻ്റെ ശിഷ്യനും കൂടെ ഒരു പുണ്യസ്ഥലത്ത് പോയിട്ട് മടങ്ങി വരികയാണ്. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ വേഗത്തിൽ ആശ്രമത്തിൽ പോയി ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം. ഗുരു പറഞ്ഞു, പൊയ്ക്കൊള്ളുക. ശിഷ്യൻ നടന്ന് നീങ്ങുമ്പോഴാണ് നോക്കിയപ്പോൾ ഗുരു അകലെയാണ്. തൻ്റെ ഒരു ശത്രു അടുത്തേക്ക് വരുന്നു. ശത്രുവിനെ കണ്ടു, ഗുരു അടുത്തില്ല. ഇവൻ വായിൽ വന്ന ചീത്തയെല്ലാം ആ ശത്രുവിനെ വിളിച്ചു. ദേഷ്യം വന്ന ആ വംശൻ തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് ഈ ശിഷ്യനെ 2 അടി അടിച്ചു. അവൻ മറിഞ്ഞു വീണ് ബോധം കിട്ടു. താഴെ വീഴുന്നത് കണ്ടപ്പോൾ ഈ ശത്രു വളരെ വേഗത്തിൽ ഓടുകയാണ്. ഓടിപ്പോകുന്നത് ഈ ഗുരുവിൻ്റെ സമീപത്തൂടെയാണ്. അവിടെ അടുത്തേക്ക് എന്നപ്പോൾ ഗുരു ചോദിച്ചു, സഹോദര, എന്തുണ്ട് വിശേഷം? ഈ ശത്രുവായ മനുഷ്യൻ അവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഗുരുവേ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരുവനും എന്നെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. അങ്ങാണ് ആദ്യം എന്നെ സഹോദരൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എന്നെ അവിടുത്തെ ശിഷ്യനാക്കണം. ഗുരു സമ്മതിച്ചു. ഈ പുതിയ ശിഷ്യനെയും കൂടെ നടന്നു നീങ്ങിയാണ് ആശ്രമത്തിലേക്ക്. മുമ്പേ പോയതായ ശിഷ്യൻ താഴെ കിടക്കുകയാണ്. ഇവര് 2 പേരും കൂടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബോധം വന്ന അവസരത്തിൽ ഗുരു ശിഷ്യനോട് പറയുകയാണ്, ഒരു നല്ല മനുഷ്യന്റെ ചീത്ത വാക്ക് ചീത്ത മനുഷ്യനെ കൂടുതൽ ചീത്തയാക്കിയെങ്കിൽ, ഒരു നല്ല മനുഷ്യന്റെ നല്ല വാക്ക് ചീത്ത മനുഷ്യനെ നല്ലതാക്കി. നല്ല മനുഷ്യരാകുന്ന നമ്മൾ ഈ നോമ്പിൽ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചീത്ത മനുഷ്യനെ കൂടുതൽ ചീത്തയാക്കാതെ നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ നോമ്പിൽ അനേകരെ നല്ല മനുഷ്യരാക്കി തീർക്കുക. അവിടെയാണ് നാവ് കൊണ്ട് നമ്മൾക്ക് നോമ്പ് നോക്കുവാൻ സാധിക്കുന്നത്. ഈ നോമ്പ് സ്പിരിച്വലായും മെറ്റീരിയലായുമുള്ള ചാരിറ്റിയുടേതായ അനുഭവമായിരിക്കട്ടെ. ഈ നോമ്പ് കൂടുതൽ വേദപുസ്തകം വായിക്കുന്നതായ നോമ്പായി തീരട്ടെ. കഴിയുമെങ്കിൽ ഈ നോമ്പുകാലത്ത് വേദപുസ്തകം മുഴുവൻ ഒരു പ്രാവശ്യം വായിക്കുവാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ബൈബിളിലൂടെയുള്ളൊരു തീർത്ഥാടനമായിരിക്കട്ടെ. ഈ നോമ്പ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന, കുമ്പിട്ടു പ്രാർത്ഥിക്കുന്ന, ഉച്ച നമസ്കാരത്തോടുകൂടി 40 കുമ്പിട്ടു പ്രാർത്ഥിക്കുന്ന ഒരു നോമ്പായി തീരട്ടെ. ഈ 40 ദിവസവും തുടർന്നുള്ളതായ 10 ദിവസവും 50 ദിവസം സ്വർഗീയമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന, മാലാഖമാരെ പോലെ ജീവിക്കുന്ന, ദൈവികരായ ലോകത്തെ അനുഗ്രഹിക്കുന്ന നന്മയുടെ പ്രതീകമായി തീരട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ
നമ്മെ ദൈവികരാക്കും. ആ പരിശുദ്ധമായൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നോമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യത്തിനായി ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.